نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه യെസ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കര മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണോ? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുകയാണോ? 3ാം ക്ലാസ്സിന്റെ മലയാളത്തിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി നിങ്ങൾ റെഡി ആയിരിക്കുകയാണ് അല്ലേ? ഓക്കെ, നമ്മൾ നേരെ തുടങ്ങാൻ പോവാണ്. നിങ്ങൾ സെറ്റ് അല്ലേ? എങ്ങനെയൊക്കെ ഉണ്ട്? സുഖമാണോ? എല്ലാവരും ചായയൊക്കെ കുടിച്ചിരിക്കുകയാണോ? ഉഷാറാണോ? എന്തെങ്കിലുമൊക്കെ പറയൂ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഇവിടെ കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് പുതിയൊരു ഐഡിയ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിട്ട് വാടാ, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചു പൊളിക്കേ. സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും, കമന്റ് ഇട്ടേ, ഒരു റെഡ് ഹാർട്ട് ഇട്ടേ. കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് ഡു, ഒരു റെഡ് ഹാർട്ട്. ഹായ്, ഹലോ, ഹൗ ആർ യു ഇട്ടോളൂ, കമന്റ് ഇട്ടോളൂ, ഞാൻ വായിച്ചോളാം. കമന്റ് ഇട്ടോളൂ, വായിച്ചോളാം. എനിക്ക് കണ്ണ് കാണുന്നില്ല തോന്നുന്നു, കണ്ണട വെച്ചിട്ട് കണ്ണ് കാണുന്നില്ല തോന്നുന്നു. എടാ കമന്റിൽ ഇടടാ റെഡ് ഹാർട്ട്, സൈഡിലുള്ള റെഡ് ഹാർട്ട് ഞെക്കിയാൽ ബ്ലും 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 എന്ന് പറഞ്ഞ സൈഡിൽ കൂടെ ഇങ്ങനെ പോവാന്നല്ലാണ്ട് ഞാൻ കാണൂല. നിങ്ങള് നുർഷി സുധീർ റെഡ് ഹാർട്ട് ഇട്ടല്ലോ. അതേപോലെ വാടാ, റെഡ് ഹാർട്ട് ഇട്ട് വാടാ, എല്ലാരെയും കൂട്ടി വാ. നിങ്ങളെ ക്ലാസ്സിലെ ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുക്ക്. ഇതാ മലയാളത്തിന്റെ 3ാം ക്ലാസ്സിലെ മലയാളത്തിന്റെ റിവിഷൻ ഇതാ തുടങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു കൊടുക്കുങ്ങള്. വേഗം അയച്ചു കൊടുക്കേ, വേഗം സെറ്റ് ആക്കി. എല്ലാത്തിനെയും കൂട്ടിട്ട് വാ, എല്ലാത്തിനെയും പിടിച്ചിട്ട് വാ. വാ. ഹംദാനെ, എന്തൊക്കെയാ? സുഖാണോ ഹംദാനെ? ഹായ് ഹംദാൻ, അറിയോ? തുടങ്ങാം, വേഗം തുടങ്ങാം അല്ലെ? ഫസ്ന അംജദ് റെഡ് ഹാർട്ട് ഇട്ടിട്ടുണ്ട്. ഷൈമ അറക്കൽ റെഡ് ഹാർട്ട് ഇട്ടിട്ടുണ്ട്. അയ്യവാ, വാടാ, എല്ലാരും വാ. സൗണ്ട് കേൾക്കുന്നില്ലടാ, ഞാൻ നോക്കട്ടെ. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? നല്ല സൗണ്ട് തന്നെയാ. യെസ്. ആളെ കൂട്ടി വാടോ, എല്ലാവർക്കും വിട്ടു കൊടുക്കുക. ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. സാറിന്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനെയും കൂട്ടിട്ട് വാ. നമുക്ക് ഇന്ന് കമന്റ് ബോക്സിൽ കഥയൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിച്ചു. ഇന്ന് ഉറക്കില്ല. ഇന്ന് ഉറക്ക് എന്ന് പറഞ്ഞ സംഭവമില്ല. ഇന്ന് ഉറക്ക് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. ഇന്ന് നമ്മൾ ഇങ്ങനെ കഥകൾ പറഞ്ഞ് കനകച്ചിലങ്ക ഇന്ന് നമ്മൾ അങ്ങോട്ട് അതന്നെ കനകച്ചിലങ്ക ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? ചിലങ്ക കുലുക്കി നമ്മൾ പൊട്ടിക്കും. നോക്കിക്കോ നിങ്ങൾ, നമ്മൾ പൊട്ടിക്കും, ഉറപ്പുള്ള കാര്യമാണ്. ഷസിലയാൻ, ഹായ് ഷസിലയാൻ, ഹൗ ആർ യു ഷസിലയാൻ? എന്തൊക്കെയാ മിസ്ന? അസ്മിയ ഫാത്തിമ, ഹലോ, ഹായ്. എന്തൊക്കെയാ, സുഖാണോ? തുടങ്ങിയാലോ കനകച്ചിലങ്ക തുടങ്ങിയാലോ. എങ്ങനെയുണ്ട് പാഠം? കനകച്ചിലങ്ക എന്ന് പറയുന്ന പാഠം എങ്ങനെയുണ്ട്? അടിപൊളിയാണ് അല്ലെ? ഒരു അടിപൊളി പാഠമാണ് കനകച്ചിലങ്ക എന്ന് പറയുന്ന പാഠം. ഈ ഒരു 3ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്ത് രസമുള്ള ടെക്സ്റ്റ് ബുക്കാന്ന് അറിയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ടെക്സ്റ്റ് ബുക്കിനെ കാണാൻ അടിച്ചു പൊളിയായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. നമ്മൾ ഏതായാലും മുഴുവൻ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് അങ്ങനെ പറഞ്ഞു പോകും. ഓക്കെ, റെഡി. ഓക്കെ. ആരാടാ? മുഹമ്മദ് റാഫിൻ, ഹായ് മുഹമ്മദ് റാഫിൻ. എന്തൊക്കെയാ ജസ? മോളെ ജസ, സുഖാണോ? ജസ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയല്ലേ? പെൺകുട്ടി തന്നെയാണല്ലോ ജസ അല്ലെ? ആൺകുട്ടിയല്ലല്ലോ, പെൺകുട്ടിയാണ് ജസ എന്ന് പറഞ്ഞത്. തുടങ്ങാം അല്ലേ? യെസ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇനി കൂടുതലൊന്നും ലേറ്റ് ആക്കുന്നില്ല. ഇപ്പൊ തന്നെ ടൈം ഒരുപാടായി. ഒരു പാഠം ഫുള്ള് നമുക്ക് പറഞ്ഞു തീർക്കാനുണ്ട്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ കനകച്ചിലങ്ക എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ അല്ലെ, കാക്കിരി പൂക്കിരി എന്ന് പറയുന്ന ചെറിയൊരു പദ്യഭാഗം അവിടെ കാണുന്നുണ്ട്. ഈ കാക്കിരി പൂക്കിരി എന്ന് പറഞ്ഞ് ഈ കാക്കിരി പൂക്കിരി പോലെ തന്നെ എന്റെ മക്കള് എന്തൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ? കലപില, ചറപറ, കറുമുറ അല്ലെ? ഇതേപോലെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നിങ്ങൾ വേറെയും പദ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ? പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതേപോലെയുള്ള വരികൾ തന്നിട്ട്, അല്ലെ ഇതേപോലെയുള്ള മറ്റുള്ള രീതിയിലുള്ള വരികൾ തന്നിട്ട്, അല്ലെങ്കിൽ ഇത് തന്നെ തന്നിട്ട് ഇതേപോലെ മറ്റൊരു രീതിയിൽ നിങ്ങളോട് തയ്യാറാക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലേ? ഒരുപാടെണ്ണം തയ്യാറാക്കിയിട്ടില്ലേ? ഇല്ലേ? ഇവിടെ തന്നെ ഈ ഒരു സംഭവം അല്ലേ? കാക്കിരി പൂക്കിരി തേന്മാവിന്റെ എത്താ കൊമ്പത്ത്
കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു, കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു, കാക്കിരി പൂക്കിരി കാറ്റിൻ കൈകൾ കൊമ്പ് കുലുക്കുന്നു, കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു, കാക്കിരി പൂക്കിരി തേൻതുള്ളികളിൽ നാവിനു സമ്മാനം. അല്ലെ, എല്ലാ വരിയിലും എല്ലാത്തിലും മെയിൻ ആയിട്ട് ഇവിടെ കാക്കിരി പൂക്കിരി ഈ ഒരു സംഭവം അല്ലെ, ഇതേപോലെയുള്ള ഇതേപോലെയുള്ള കാക്കിരി പൂക്കിരി പോലെയുള്ള നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെ വാക്കുകളാണ് കലപില. ഞാൻ പറഞ്ഞു അല്ലെ, ഇവിടെ വേണമെങ്കിൽ എഴുതാം കലപില അല്ലെ. കലപില വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാം അല്ലെ. അതേപോലെ തന്നെ അടുത്തതാണ് എന്ത്, ചറപറ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ കറുമുറ, ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് തയ്യാറാക്കാം അല്ലെ. ചറപറ മഴ പെയ്യുന്നു അല്ലെ, മഴയെ പറ്റി നമുക്ക് ഉണ്ടാക്കാം. ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് തയ്യാറാക്കാം അല്ലെ. സാറിന് സുഖല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, സുഖാട നമുക്കിത് അങ്ങോട്ട് പറഞ്ഞു പോവാം അല്ലെ. അതുപോലെ ഇതുപോലെ താളത്തിൽ നമുക്ക് ഒരുപാട് അല്ലെ. ഇവിടെ പറഞ്ഞ എന്താ, താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കൂ അല്ലെ. നല്ല താളം പിടിച്ച് ഈണത്തിലോ കവിത ചൊല്ലി നോക്കാൻ നമ്മോട് പറയുന്നുണ്ട്. ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ ഏതെല്ലാം, ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവും ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരുമായി പങ്കുവെക്കൂ അല്ലെ. അതേപോലെ തന്നെ കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കൂ, വരച്ച ചിത്രങ്ങൾ പരസ്പരം പങ്കുവെക്കൂ എന്ന് പറയുന്ന സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ കാക്കിരി പൂക്കിരി രാമകൃഷ്ണൻ കുമരനല്ലൂരിന്റെ അല്ലെ തൂവൽ എന്ന് പറയുന്നതിൽ നിന്ന് എടുത്ത് ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഓക്കെ, അപ്പൊ കാക്കിരി പൂക്കിരി ഇതേപോലെ തന്നെ പലതും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ. കുടുകുടെ കേൾക്കുന്നു അല്ലെ, പള കുടുകുടെ കലപില അല്ലെ. ഇതേപോലെയുള്ള ഒരുപാടെണ്ണം ഉണ്ട് അല്ലെ. തപ്പടി തകിലടി താളം മേളം പെപ്പര കൊമ്പുവിളി അല്ലെ. ഇതേപോലെയുള്ള ഒരുപാടെണ്ണം നമുക്ക് ഉണ്ടാക്കാം. സംഭവം വേറൊന്നുമില്ലാത്ത വരുന്ന വാമൊഴിച്ചന്തം. എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം, കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും അല്ലെ. തിന്താരോദകം ഇത് അതുപോലത്തെ വേറൊന്നാണ് അല്ലെ. തിന്താരോദക എന്റെ പാട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാട്ടായി, ഞാൻ പാടിയിട്ടുണ്ട്. ഭയങ്കര ഒരു പ്രത്യേക തരത്തിലുള്ള ചിങ്കിടി. ഓക്കെ, തിന്താരോദക ഒന്നാനമ്മയ്ക്കും മക്കൾക്കുമാടാൻ, രണ്ടാകുന്നിന്മേലൂഞ്ഞാല് രണ്ടാനമ്മയ്ക്കും മക്കൾക്ക് ചൂടാൻ, മൂന്നാം കാവിലെ മുല്ലപ്പൂ. തിന്താരോദക ഇതിലൊക്കെ എന്താണ് മക്കളെ ഉദ്ദേശിക്കുന്നത്? ഇതേപോലെയുള്ള മറ്റുള്ള സംഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെയുള്ള മറ്റുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പുതിയ വരികൾ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇതേപോലെയുള്ള സാധനങ്ങൾ പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്റെ മക്കൾ നോക്കി നിന്നോ, എന്തായാലും പരീക്ഷയ്ക്ക് വരും. ഓക്കെ, റെഡി. നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. അടുത്ത ആ ഒരു അല്ലെ, കഴിഞ്ഞോ, കമന്റ് ഒക്കെ ഇട്ടാൻ മറന്നുപോയോ? അടുത്ത ആ ഒരു ഇതിലേക്ക് പോവാണ് അല്ലെ. ഇവിടെ ചെറിയൊരു നാടൻ പാട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ, നാലാൻകാട്ടിലെ പൊന്മാല, നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ, അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല, തിന്താരോദക അല്ലെ. തിന്താരോദക അല്ലെ. ഒരു നാടൻ പാട്ടിന്റെ ചെറിയ സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെയുള്ള ഇതിൽ പ്രധാനമായിട്ട് മക്കളെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ വരികൾ കൂട്ടിച്ചേർക്കുക. ഇതേപോലെയുള്ള ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിന്ന് വരുന്ന ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പരീക്ഷയ്ക്ക് ഈ വരുന്ന ഓണപരീക്ഷയിൽ 9-ാം തീയതി അല്ല 6-ാം തീയതി നടക്കാൻ പോകുന്ന ഓണപരീക്ഷയിൽ വരാൻ പോകുന്ന ചോദ്യം വേണമെങ്കിൽ നോട്ട് ചെയ്തോ. ഇപ്പോഴേ ഞാൻ പറഞ്ഞുതരാം ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ആദ്യം വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വരികൾ കൂട്ടിച്ചേർക്കാം എന്ന് പറയുന്ന ചോദ്യം എന്തായാലും വരും, ഉറപ്പാണ്. വരികൾ കൂട്ടിച്ചേർക്കാം, അത് വരിക ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും, ഉറപ്പായിരിക്കും. നോക്കിങ്ങൾ. ഓക്കെ, റെഡി. അത് കഴിഞ്ഞ നേരം നമ്മൾ അടുത്തേക്ക് പോവാണ്. താളമിട്ട് പാടാനൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഈ പാട്ടിലും കവിതയിലും മാത്രമല്ല ചൊല്ലുകളിലുമുണ്ട് താളമുണ്ട്. വരണം, വായിക്കൂ അല്ലെ. പഴഞ്ചൊല്ലുകൾ അടുത്ത ഒരു സംഭവത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പോവാണ് അല്ലെ. പഴഞ്ചൊല്ലുകൾ എന്ന് നമുക്കറിയാം അല്ലെ. പഴഞ്ചൊല്ലുകൾ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം അല്ലെ, അതൊരു പഴഞ്ചൊല്ലാണ്. പിന്നെ അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം, കവുങ്ങാണെങ്കിൽ കയ്യൂലാന്ന് കിട്ടില്ല, അങ്ങനത്തെ സംഭവം കേട്ടില്ല. അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം, കവുങ്ങാണെങ്കിൽ കയ്യോ ഒരു കവുങ്ങ് എടുത്തിട്ട് മടിയിൽ വെക്കാൻ പറ്റുമോ?
ജിംനാസ്റ്റിക് ആയിട്ട് പൊന്തിക്കേണ്ടി വരും അല്ലേ? അങ്ങനെയുള്ള പഴഞ്ചൊല്ലുകൾ നമ്മള് ഏതായത് ഇപ്പോ ക്ലാസ്സിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വർത്താനം പറയാണ്, സംസാരിക്കുകയാണ്, ഒരുപാട് കുട്ടികൾ ഇങ്ങനെ അല്ലേ? ഇപ്പൊ നമ്മൾ പറയും ഇതെന്താണ് ചീനച്ചട്ടിയിൽ കടുകിട്ടതുപോലെ അല്ലെങ്കിൽ കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലെ അല്ലെ? ഇതേപോലെ ഒരുപാട് ചൊല്ലുകൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ചൊല്ലുകളുണ്ട്. ഉണ്ട് എത്രങ്ങാനുണ്ടടാ, എത്രങ്ങാനും ചൊല്ലുകളുണ്ട്. നിങ്ങൾ നോക്കി നോക്കി. നമ്മളൊക്കെ പറയൽ ചിലപ്പോ കുറവായിരിക്കും. നമ്മുടെ വീട്ടിലുള്ള അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഇവരൊക്കെ ഒരുപാട് ചൊല്ലുകൾ ചിലപ്പോൾ അവര് സംസാരിക്കുമ്പോൾ അവര് ചൊല്ലുകൾ പഠിച്ചിട്ട് അതിപ്പോ ഈ ഒരു പറ്റിയ ചൊല്ല് ഇവിടെ പറയട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ പറയട്ടെ, അങ്ങനെ പറയുന്നതല്ല അവര്. അവർക്ക് ആ ചൊല്ലുകൾ അവര് സംസാരിക്കുമ്പോൾ അവരെ സംസാരത്തിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അതേപോലെയുള്ള ഒരു സംഭവം നമ്മളിവിടെ പറഞ്ഞു നോക്കാം അല്ലെ? ചെറിയൊരു സംഭവമാണ്. നാരങ്ങപ്പാല് ചൂട്ടയ്ക്ക് 2, ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ, ഓടി ഓടി വരുന്ന കള്ളനെ പിടിച്ചേ, പൊടി പാറിയ കളിയാണ് മുറ്റത്ത്, ആകെ കൂക്കും വിളിയും ബഹളമയം. എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലെ അമ്മയാണ് അല്ലേ? എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലെ എന്തൊരൊച്ചപ്പാടാണ്. കുറച്ച് മെല്ലെ കളിക്ക് അങ്ങനെയാണ്. ഹായ് നെയ്യപ്പത്തിന്റെ മണം. കുട്ടികൾ ആർത്തു വിളിച്ചു. ഓ കളിയൊക്കെ നിർത്തിയോ? എന്താണിപ്പോ എല്ലാരും ഇങ്ങോട്ട് ഓടി വന്നത്? അതങ്ങനെയാ, അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നല്ലേ അടുത്ത പഴഞ്ചൊല്ല്. 2 എണ്ണം ഇവിടെ നമുക്ക് കിട്ടി ഇല്ലേ? 2 എണ്ണം 3 എണ്ണം എത്ര എണ്ണ നോക്കുക. ഇത് നമ്മളിപ്പോ പറഞ്ഞ സാധനം എന്താ? കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലെ അരി എറിഞ്ഞാൽ 1000 കാക്ക അല്ലേ? അതേപോലെയുള്ള സാധനങ്ങൾ വന്ന് കേരളി. അല്ല നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത്? അടുത്ത ചോദ്യം. അല്ല നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത്? ബേബിയെ നോക്കി അമ്മ ചോദിച്ചു. അതേ കളിക്കാനും കൂട്ടിയിട്ടില്ല, തലവേദനയും പനിയുമാണ് അത്രേ അവൾക്ക്, വയറുവേദനയേ ഉണ്ട്. കളിക്കാനും കൂട്ടിയില്ല, തലവേദനയാണ്, പനിയുമാണ്, വയറുവേദന ഉണ്ടു അല്ലെ? വയറുവേദന ഉണ്ട് എന്നാ പറഞ്ഞേ. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോവാം. അത് കഴിഞ്ഞ് നേരെ ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു. എന്നാലും ഒരു നെയ്യപ്പം കഴിച്ച മോളെ, അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു. വേണ്ടമ്മേ എനിക്ക് വയ്യ, ബേബി ചിണുങ്ങി. കഷ്ടം തന്നെ, എൻ്റെ കുട്ടിക്ക് എന്തിഷ്ടാ നെയ്യപ്പം. അത് തിന്നാറായപ്പോഴോ ആലിങ്കായ പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ട് അല്ലെ? ആലിങ്കായ പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ട്. അതായത് നെയ്യപ്പം അത്രക്ക് ഇഷ്ടമായിട്ടുള്ള ആ നെയ്യപ്പം തിന്നാല് ഈ കുട്ടിക്ക് ഇഷ്ടല്ല അല്ലെ? അത്രയും ഇഷ്ടമായിട്ട് ആ കുട്ടിക്ക് നെയ്യപ്പം തിന്നാന്ന് പറയുന്നത്. പക്ഷെ ആ സമയത്ത് ആ കുട്ടിക്ക് വയറുവേദന എന്തൊക്കെ അസുഖങ്ങളൊക്കെ ആയിട്ട് നെയ്യപ്പം വേണ്ട. അപ്പൊ അതുമായിട്ടാണ് ആലിങ്കായ പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ട്. കേട്ടോ, അടുത്തൊരു ചൊല്ലാണ് അല്ലെ? അതേപോലെ എന്ന നിലയായി അവളുടെ കാര്യം അമ്മ വിചാരിച്ചു. ബേബി കുട്ടിയെ, മോളുടെ പനി മാറുമ്പോ അമ്മ നെയ്യപ്പം ഉണ്ടാക്കി തരട്ടോ. ബേബി കുട്ടിയെ, മോളുടെ പനി മാറുമ്പോ അമ്മ നെയ്യപ്പം ഉണ്ടാക്കി തരട്ടെ. ബേബിയെ തൊട്ടു തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി. മുറ്റത്തു നിന്നും വീണ്ടും ബഹളമുയർന്നു. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ മുറ്റത്ത് നിന്ന് എന്ത് ചെയ്യാണ്? വീണ്ടും ബഹളമുയരുകയാണ് അല്ലെ? ഓക്കെ, വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തൂ, എഴുതൂ അല്ലെ? കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അത് കാക്കകളെ കുറിച്ച് മാത്രമാണോ? അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് കാക്കയുടെ വരവിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത്? ഈ ചൊല്ലുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. ഒരു കാര്യം പറയുകയും വേറൊന്ന് ആശയമായി വരികയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്യങ്ങൾ, വാക്കുകൾ, പദക്കൂട്ടുകൾ എന്നിവ എഴുതി നോക്കൂ അല്ലെ? പഴഞ്ചൊല്ലുകൾ മക്കളെ, പഴഞ്ചൊല്ല് നമ്മുടെ പരീക്ഷയിൽ നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചോദ്യമാണ്. എന്തായാലും നമ്മളോട് ഒരു 95% അല്ലെ 96% പഴഞ്ചൊല്ലുകളെ പറ്റി നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ ഒരു പാഠത്ത് നിന്ന് നമുക്ക് പ്രധാനമായിട്ട് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഒരു സാധനം വരികൾ കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത്, അത് നമ്മളോട് ചോദിക്കും. രണ്ടാമതായിട്ട് നമ്മളോട് ചോദിക്കാനുള്ളത് പഴഞ്ചൊല്ലുകളാണ്. എന്തെങ്കിലും ഒരു സാഹചര്യം തന്നിട്ട് ആ സാഹചര്യത്തോട് യോജിക്കുന്ന ഒരു പഴഞ്ചൊല്ല് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമ്മക്കത് എഴുതാൻ വേണ്ടി കഴിയണം. ഞാൻ ശരിയാ പോയില്ലേ? ഞാൻ ചെറുങ്ങനെ ഫാനും കൊണ്ട് തിരിച്ചു വെക്കാൻ പോയത്, AC ഒന്നും ഇട്ട് തണുക്കുന്നില്ല തോന്നുന്നുണ്ട്. റെഡി. അപ്പോ
എന്തൊക്കെയാ എന്തൊക്കെയോ ഒക്കെ പറയുന്നുണ്ട്. ഇഷ്ടാകുന്നുണ്ടോ ക്ലാസ് ഇഷ്ടാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഉണ്ടായിക്കോട്ടെ. നല്ലതല്ലേ ഒരു ലൈക്ക് ഉണ്ടായിക്കോട്ടെ. കേട്ടോ, കാണട്ടെ, ലൈക്ക് പറയുന്നത് കാണട്ടെ. ചിങ്കനാണ് ആജാ ഒരു ചിങ്കനാണ് ചാണ് ബാജൽ ചിങ്കനാണ് ആജാ ഒരു ചിങ്കനാണ് ലൈക്കൊന്നുമില്ല. എന്നാ പോട്ടെ, ഞാൻ നിർത്തി പോവാ. ഒരുമ തന്നെ പെരുമ അല്ലെ. പഴഞ്ചൊല്ലിനെ പറ്റി ചിത്രത്തിൽ എന്തെല്ലാം കണ്ടെത്താം അല്ലെ. ആടാ മക്കളെ നോക്കിക്കോ, ഇതേപോലെ ഒരു ചിത്രം തന്നിട്ട് സേഡോ, ആരാടാ സേഡ്? ഷാമിൽ വ്ലോഗ് സേഡാണ് പോലെ. എന്താടാ ഷാമില്, എന്താ നിനക്ക് പറ്റിയത്? വിഷമിക്കുന്നത് എന്തിനാടാ വിഷമിക്കുന്നത്? വിഷമിക്കണടാ, വിഷമൊന്നും വേണ്ട. വിഷമത്തിന്റെ ഒരു ആവശ്യമേ ഇല്ല. വിഷമൊന്നും വേണ്ട, വിഷമൊക്കെ അങ്ങോട്ട് പോട്ടെ. നിങ്ങളൊക്കെ ചെറിയ കുട്ടികളല്ലേ, നിങ്ങൾക്ക് എന്ത് വിഷമ? അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വിഷമവും ഇല്ല കേട്ടോ. വിഷമം ഉണ്ട് എന്ന് വിചാരിച്ചാൽ വിഷമായിരിക്കും കേട്ടോ. അപ്പൊ വിഷമല്ല എന്ന് വിചാരിച്ചാൽ വിഷമം ഉണ്ടാവില്ല. മനസ്സിലായോ? നമ്മുടെ മൈൻഡിനെ ആദ്യം കൺട്രോൾ ചെയ്ത് നമ്മൾ നിർത്തണം. വിഷമം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിഷമമുണ്ട് പോട്ടെ, അവിടെ നമ്മുടെ സമയം പോകുന്നു. ഓക്കെ, റെഡി. ഒരുമ തന്നെ പെരുമ. അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം അല്ലെ. ഈ ഒരു ചിത്രം കണ്ടിട്ട് ഈ ഒരു ചിത്രത്തോട് യോജിച്ച ഒരു പഴഞ്ചൊല്ല് നിങ്ങളോട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുമോ? ഈ ഒരു പഴഞ്ചൊല്ല്? ലൈക്കൊക്കെ ഇടുന്നുണ്ട്, ഇപ്പൊ ലൈക്ക് ഇടുന്നത് അല്ലേ? ലൈക്കൊക്കെ ഇട്ടോളി. അപ്പൊ ഈ ഒരു ചിത്രം, ഇതേപോലെയുള്ള ചിത്രങ്ങൾ തന്നിട്ട് നിങ്ങളോട് പഴഞ്ചൊല്ല് എഴുതാൻ വേണ്ടി പറയാം. ഇതേപോലെയുള്ള ചിത്രങ്ങൾ തന്നിട്ട് ആ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള പഴഞ്ചൊല്ലുകൾ നിങ്ങളോട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി കഴിയും. ഒരുപാട് പഴഞ്ചൊല്ലുകൾ അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ വാക്കുകൾ, പദക്കൂട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുമ്പിൽ ഇവിടെ നോക്കൂ, ഒരു കാര്യം പറയുകയും വേറെ നാശമായി വരികയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്കുകൾ, പദക്കൂട്ടുകൾ അല്ലെ. ഉരുളയ്ക്ക് ഉപ്പേരി, ഇരയിട്ട് മീൻ പിടിക്കുക, ആനച്ചന്തം അല്ലെ, ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കല്ലേ, കടുവായെ കിടുവ പിടിക്കുക, ദീപാവലി കുടിക്കുക, കതിരിന്മേൽ വളം വെക്കുക, വേലി തന്നെ വിളവ് തിന്നുക, തല മറന്ന് എണ്ണ തേക്കുക അല്ലെ. ഒരുപാട് അങ്ങനെയുള്ള പദങ്ങളാണ് അല്ലെ. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. നിങ്ങൾ ഒരുപാട് എണ്ണം ഇതിലൊക്കെ എഴുതിയതായിരിക്കും, എന്തെങ്കിലും നോട്ടിലൊക്കെ. ഞാൻ ഇവിടെ എങ്ങനെ കഥാപ്രസംഗം നടത്തിയില്ല, വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, യെസ്. അപ്പോ അങ്ങനെ ചിത്രങ്ങൾ തന്നിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം മക്കളെ, പഴഞ്ചൊല്ലുകളൊക്കെ നമ്മളോട് ചോദിക്കാം. വായ്ത്താരികൾ, പദക്കൂട്ടുകൾ കണ്ടെത്തി എഴുതാന്, പഴഞ്ചൊല്ലുകൾ ചർച്ച ചെയ്ത് കണ്ടോ. തിന്താരോധക, അതുപോലെ തന്നെ കാക്കിനി മൂക്കിനി, ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അത്രയേ ഉള്ളൂ, വേറെ സംഭവം അതിൻ്റെ അതില്ല. അത് കഴിഞ്ഞ് കഥ കസ്തൂരി, ടീച്ചർ ഒരു നാടോടി കഥ പറഞ്ഞത് കേട്ടല്ലോ. ഇനി മറ്റൊരു കഥ വായിക്കാം. യെസ്, ആനയും അണ്ണാരക്കണ്ണന്റെയും കഥ വായിക്കാൻ പോകണം. അതമേ, ആനയും അണ്ണാരക്കണ്ണന്റെയും കഥ കേൾക്കണോ? കിടിലം കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഒരു കഥ വേറെ ഇല്ല. കേട്ടോ, റെഡി, ശ്രദ്ധിച്ചോ. ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു. എന്താണ്? ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു. പ്ലാവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താ പ്ലാവ്? ചക്കന്റെ മരം ഇല്ലേ? ചക്കന്റെ മരം, ജാക്ക് ഫ്രൂട്ട് ട്രീ, അതാണ് പ്ലാവ്. ഓക്കെ, റെഡി. ചക്കന്റെ മരം നട്ടു അല്ലേ. ചക്കയുടെ മരം നട്ടപ്പോ ആനയൊന്നും നനച്ചു കൊടുത്തു. ആനയുടെ പ്ലാവ് വലുതായി വന്നു. അണ്ണാന്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി. ആനന്റെ പ്ലാവ് വലുതായി എവിടെയോ എത്തി. മറ്റേതാണെങ്കിലോ, അണ്ണാന്റെ പ്ലാവാണെങ്കിലോ, അതിന് വെള്ളമൊന്നും കിട്ടാണ്ട് അതെല്ലാം കൂടി കരിഞ്ഞുണങ്ങി എന്തൊക്കെയോ നശിച്ചു. ഓക്കെ, ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്ക ഉണ്ടായി. അത് കണ്ട് അണ്ണാന് കൊതി മൂത്തു. എന്റെ മോനെ, രണ്ടാളും കൂടിയിട്ടാണ് ചക്കന്റെ പ്ലാവ് നട്ട്. ഒരാളെ ചക്ക വലുതായി അതിന്റെ മുകളിൽ നിറച്ചും ചക്ക ഉണ്ടായി. അണ്ണാന്റേതാണെങ്കിലോ അതിന്റെ മുകളിൽ ഒരു ചക്ക ഉണ്ടായില്ല. അസാധനാണെങ്കിൽ മുഴുവൻ കരിഞ്ഞും പോയി. ഇച്ചക്കായി ആണെങ്കിൽ ആനന്റെ പ്ലാവ് നോക്കിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ നുണച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കൊതിയൂറി നിൽക്കുക. യെസ്, അപ്പോ ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു. ഞാൻ മോനെ സീനായിക്കോട്ടെ, ഇനി സീനായിരിക്കും, കഥ മാറുന്നായിരിക്കില്ല. ഞാൻ കഥ ആദ്യമായിട്ടാട്ടോ വായിക്കുന്നത്. നിങ്ങൾ വായിച്ചില്ല, നിങ്ങൾക്ക് അറിയണ്ട. പക്ഷെ ഞാൻ ഈ കഥ എന്താ പറയുക, ഒരു എക്സൈറ്റ്മെന്റോട് കൂടി വായിക്കുകയാണ്. ഓക്കെ, റെഡി. അപ്പോ ചക്ക തിന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങി പോരുകയും ചെയ്തു. ഞാൻ ഒപ്പരൊന്നും കാണാണ്ട് വേഗം പോയിട്ട് ചക്ക തിന്ന്. നീ കേൾക്കുന്നുണ്ടോ കഥ? മൂപ്പരെന്ത് ചെയ്ത് ആനയൊന്നും കാണാണ്ട് പോയി ചക്ക തിന്നു.
ഞാനൊന്നും ചെയ്തില്ലേ, ഞാനും കണ്ടില്ലേ, ഞാനല്ലേ എന്ന് പറഞ്ഞിട്ട് മൂപ്പൻ എന്ത് ചെയ്തു, മൂപ്പൻ ഇങ്ങനെ ഇറങ്ങിപ്പോന്ന്. ആനയുടെ ഓക്കെ, ഒരു ചക്ക കാണാനില്ലല്ലോ, അണ്ണാനോടൊന്ന് ചോദിക്കുക തന്നെ ആന വിചാരിച്ചു. നീ എന്റെ ചക്ക തിന്നോ? അണ്ണാനെ കണ്ടോ അണ്ണാനെ വിളിച്ചു ചോദിച്ചു, നീ എന്റെ ചക്ക തിന്നോ? തിന്നൂലോ ചിൽ ചിൽ, ഞാനൊരു ചക്ക തിന്നൂലോ, അണ്ണാൻ പറഞ്ഞു. തിന്നൂലോ ചിൽ 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 ചിൽ, ഞാനൊരു ചക്ക തിന്നൂലോ, അണ്ണാൻ പറഞ്ഞു. ആനക്ക് അങ്ങോട്ട് ദേഷ്യം വന്ന് പിടിച്ചു. ചക്ക തിന്ന്, എന്റെ ചക്കയോ, എന്നാ ശരിയായി തരാം. ആനക്ക് ദേഷ്യം വന്ന് അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറാ. എടാ ചെങ്ങ ഇങ്ങനെ ചക്ക തിന്നിക്കലേ, ഒരൊറ്റയേറാൻ കൊടുത്ത് അണ്ണാനെടുത്തിട്ട് അല്ലേ, പിടിച്ചങ്ങ് ചാമ്പി അണ്ണാന. അണ്ണാൻ ചെന്ന് വീണതോ ഒരെണ്ണക്കുടത്തിൽ. അണ്ണാൻ ചെന്ന് എവിടെയാ വീണത്? ഒരെണ്ണക്കുടത്തിൽ വീണു. അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയെ തിന്നു, ചിൽ 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 ചിൽ, എണ്ണയെ തേച്ചു, ചിൽ 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 ചിൽ. നിന്റെ ചക്കയെ തിന്നു, ചിൽ 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 ചിൽ, എണ്ണയെ തേച്ചു, ചിൽ 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 ചിൽ. ആടെ പോയിട്ട് പിന്നെയും കളിയാക്കുക. അല്ലെങ്കിൽ ഈ അണ്ണാൻ ഒരു കളിയാക്കുന്ന സ്വഭാവം. നിങ്ങൾ അണ്ണാനൊക്കെ പിടിക്കാൻ പോയി നോക്കി, കുറേ നമ്മൾ ഓടിക്കഴിഞ്ഞ് മുകളിൽ പോയിട്ട് അതിന്റെ വാലൊക്കെ പതിച്ചിട്ട് അതിനുണ്ട് ഒരാക്കൽ അങ്ങനെ ഉണ്ടോ ഒരാക്കലായി. ഒരു കളിയാക്കലായി അണ്ണാൻ, ഒരു കളിയാക്കൽ ലേശം അധികമായി. അപ്പോ ആനക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ്. ഓൾറെഡി ചക്ക തിന്നിട്ട് ആനെല്ലാം കൂടി ഭ്രാന്തെടുത്ത് നടക്കുക. എന്റെ ചക്ക തിന്നോ, ഒന്നിട്ട് പിടിച്ചോ ഒരൊറ്റയേറ്. പോയി വീണത് ഒരു എണ്ണക്കുടത്തിലാണ്. എണ്ണക്കുടത്തിൽ വീണപ്പോ അണ്ണാൻ പറഞ്ഞു, ഇനി ഇന്നെ എറിഞ്ഞ ഏതായാലും നന്നായി, എനിക്ക് എന്തായി ചക്കയും തിന്നാൻ പറ്റി, എണ്ണയും തേക്കാൻ പറ്റി. ഇതും കൂടി കേട്ട് നോക്കുമ്പോ ഓനൊക്കെ കൊണ്ട് കാലിയെ കൊണ്ട് കയറി ഒരൊറ്റയേറ്. പിന്നെ ഓന അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ്. അണ്ണാൻ ചെന്ന് വീണതോ ഒരു വാഗപാത്രത്തിലും. അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു, അവിടെ നിന്നെണീറ്റ് അണ്ണാന്റെ ഡയലോഗ് എന്താ പറഞ്ഞേ? നിന്റെ ചക്കയും തിന്നു, ചിൽ 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 ചിൽ, എണ്ണയും തേച്ചു, ചിൽ 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 ചിൽ, വാകയും തേച്ചു, ചിൽ 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 ചിൽ. അപ്പോ നിന്റെ ചക്കയും തിന്നു, പിന്നെയോ എണ്ണയും തേച്ചു, പിന്നെയോ വാകയും തേച്ചു. എന്റെ പൊന്നെ, ആനക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യന് ദേഷ്യം പിടിച്ചു വെക്കാൻ ഒരു സമയം അല്ലേ, ഒരു പരിധി ഉണ്ട്. ആ പരിധി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നോക്കാം നമുക്ക്. ആനക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് പിന്നെ ഒരൊറ്റയേറ കൊടുത്ത്. ചെങ്ങായി എന്താ ഫുട്ബോൾ അങ്ങനെ എറിയുന്നതിനനുസരിച്ച് ഇങ്ങനെ തിരിച്ചു വരിക തോന്നുന്നുണ്ട് അല്ലേ. ഒരൊറ്റയേറം കൊടുത്ത് അണ്ണാൻ ചെന്ന് വീണതോ ഒരു താളിപ്പാത്രത്തിലും. അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയെ തിന്നു, ചിൽ 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 ചിൽ, എണ്ണയെ തേച്ചു, ചിൽ 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 ചിൽ, വാകയെ തേച്ചു, ചിൽ 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 ചിൽ, താളിയും തേച്ചു, ചിൽ 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 ചിൽ. എന്താ കഥ, നല്ല രസമുണ്ടല്ലേ കഥ അല്ലേ. ആന എന്ത് ചെയ്യാം, ആനക്ക് ദേഷ്യം പിടിച്ചിട്ട് ദേഷ്യം സഹിക്കാൻ പറ്റായിട്ട് ആന ചെങ്ങായിനെ പിടിച്ച് ഓരോ സ്ഥലത്തൊക്കെ എറിയുമ്പോ എന്താ ചെങ്ങായി ഗുണാണ് വരുന്നത്. ആന ചെങ്ങായി എന്തെങ്കിലും ആക്കിയിട്ട് ഇടം കൊന്ന് എറിഞ്ഞിട്ട് ഇടം പോയിട്ട് വീട്ടെന്ന് വിചാരിച്ചിട്ട് എറിയാണ്. പക്ഷേ ഈ ചെങ്ങായി ആണെങ്കിലോ ഓരോ സ്ഥലത്ത് വീണ്ടാണ് ആനയുടെ ഇതാക്കുകയാണ് അല്ലേ. ആനക്ക് ഒരുപാട് ദേഷ്യം വന്നു. അങ്ങനെ എന്ത് ചെയ്തു, ആനക്ക് ഒരുപാട് ദേഷ്യം വന്നു. കണ്ടാ ചെങ്ങായിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ചെങ്ങായിന്റെ അല്ലേ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ഇങ്ങോട്ട് നോക്ക്, എന്താ കോലം, മുഖമൊക്കെ മാറി ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് നിൽക്കും. ശരിയാക്കി തരണോ ബാക്കി ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോ ആനക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ്. പിന്നെ അണ്ണാൻ ചെന്ന് വീണതോ ഒരു കുളത്തിലും. ഫുള്ള് വിറ്റ് ഇജാതി ഒരു കഥ ഞാൻ വായിച്ചില്ല കേട്ടോ. അവിടെ നിന്ന് അടിയിച്ച് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയെ തിന്നു, ചിൽ 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 ചിൽ, എണ്ണയെ തേച്ചു, ചിൽ 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 ചിൽ, വാഴയെ തേച്ചു, ചിൽ 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 ചിൽ, താളിയും തേച്ചു, ചിൽ 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 ചിൽ, കുളിക്കുകയും ചെയ്തു, ചിൽ 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 ചിൽ. ഇച്ചാതി കഥ ഞാൻ വായിച്ചിട്ടില്ല. ഈ ചെങ്ങായിയാണ് ആന ഇങ്ങനെ ഉണ്ടോന്ന്. ശശിയാണ് എന്ത് ശശിയാണല്ലേ, എന്ത് ശശിയാണ് ചെങ്ങായി. നല്ല കഥ അല്ലേ, വൃത്തിയുള്ള കഥ. ഓക്കെ റെഡി. അപ്പോ ആനക്ക് ഒരുപാട് ദേഷ്യം വന്നു. അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ്. അണ്ണാൻ ചെന്ന് വീണടോ ആനയുടെ പ്ലാക്കൊമ്പിലും. അങ്ങനെ കുളത്തിൽ വരെ എത്തി. അണ്ണാൻ കുളിക്ക വരെ ചെയ്തിട്ട് പിന്നെയും ദേഷ്യം പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഒരൊറ്റയേറ് പിന്നെയും കൊടുത്തു.
പിന്നെ വന്നതോ ആനന്റെ പ്ലാക്കൊമ്പിലാണ്. വാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയെ തിന്നു ചിൽ 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 ചിൽ, എണ്ണയെ തേച്ചു ചിൽ 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 ചിൽ, വാകയെ തേച്ചു ചിൽ 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 ചിൽ, താളിയും തേച്ചു ചിൽ 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 ചിൽ, കുളിക്കുകയും ചെയ്തു ചിൽ 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 ചിൽ, പ്ലാവിൻ കൊമ്പിലെത്തി ചിൽ 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 ചിൽ. എന്താ ചെയ്യ? ആന ചിലപ്പോ ഭ്രാന്ത് പിടിച്ചിട്ട് ദേഷ്യം പിടിച്ചിട്ട് ആന ചിലപ്പോ എന്താ പറയുക തല പൊട്ടി ആന മരിച്ചു പോകണ്ടോ? അജാതിയല്ലേ? നിങ്ങൾ നോക്കണ മക്കളെ. ഇനിയിപ്പോ ഈ അണ്ണാനെ എന്താ ചെയ്യ? ഈ വല്ലാത്ത ചങ്ങാന് എറിഞ്ഞിട്ടും പറ്റുന്നില്ല, താക്കിട്ടും പറ്റുന്നില്ല. ഇവനെ ഞാൻ എന്ത് ചെയ്യൂന്ന് വിചാരിച്ചതാ. ഇനിയിപ്പോ ഈ അണ്ണാനെ എന്താ ചെയ്യ? കണ്ടില്ലേ മുഖം? കണ്ടില്ലേ ആനന്റെ മുഖം? കണ്ടില്ലേ നിങ്ങള്? ആകെ അങ്ങോട്ട് ദേഷ്യം പിടിച്ചിട്ട് ഈ ചെങ്ങായിനെ ഞാൻ ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അപ്പാണ് അടുത്തത്. റെഡി? അപ്പോ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ടീച്ചർ പറഞ്ഞു കേൾപ്പിച്ചൊരു നാടോടി കഥകളോ? എന്തുകൊണ്ട്? ഇത്തരം കഥകളിൽ നിങ്ങളെ രസിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ നാട്ടിലും ഇത്തരം നാടോടി കഥകൾ ഉണ്ടല്ലോ. നാട്ടിലെ മുതിർന്നവർക്ക് ഈ കഥകൾ അറിയാം. അവരെ ടീച്ചർ സ്കൂളിലേക്ക് വിളിക്കും. അവർ പറയുന്ന കഥകൾ കഥകൾ കേൾക്കൂ. കേട്ട കഥകൾ വീട്ടിലുള്ളവരെയും കൂട്ടുകാരെയും പറഞ്ഞ് കേൾപ്പിക്കാൻ മറക്കരുത്. ഈ നാടോടി കഥകൾ എന്ന് പറയുമ്പോഴാണ് നമുക്ക് കേൾക്കാൻ പൊതുവെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ? ബോറൊന്നും അടിക്കൂല അല്ലെ? നല്ല രസത്തിൽ നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാം? കേട്ടൊരു സിനിമ കാണുന്നത്. കഥ വായിക്കുമ്പോൾ പൊതുവെ അങ്ങനെയാണ്. കഥ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സിനിമ കാണുന്നത് പോലെ ഇങ്ങനെ വരൂലേ? അതേപോലെ തന്നെ നാടോടി കഥകൾക്ക് അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ? നല്ല രസകരമായിട്ട് നമുക്ക് ബോറടിപ്പിക്കാണ്ട് മുഷിപ്പിക്കാണ്ട് ഈ കഥകൾ മുഴുവൻ നമുക്ക് വായിച്ചു തീർക്കാൻ വേണ്ടി പറ്റും ഇല്ലേ? അങ്ങനെ ഒരു സംഭവം ഇതിലുണ്ട് അല്ലെ? അപ്പോ ഒരു താളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കഥ നമുക്ക് വായിച്ചു പോകാം. മൃഗങ്ങൾ കഥാപാത്രങ്ങളായി വരുന്ന ഈ കഥ വായിക്കുമ്പോൾ അതിലെ സംഭവങ്ങൾ നേരിൽ കാണുന്നത് പോലെ തോന്നും. അതാണ് ഞാൻ പറഞ്ഞത് അല്ലെ? നേരിൽ കാണുന്നത് പോലെ തോന്നും. കഥയിൽ ആവർത്തിച്ചു വരുന്ന വരികൾക്ക് കഥയിൽ പ്രത്യേക ഭംഗി നൽകുന്നു. രസകരമായി വായിച്ചു പറയാൻ കഴിയുന്ന കഥയാണ് അല്ലെ? രസകരമായിട്ട് ഇപ്പൊ ഞാൻ ഈ കഥ രസകരമായിട്ട് വായിച്ചില്ല. അതാണ് നാടോടി കഥകളുടെ പ്രത്യേകത അല്ലെ? താളത്തിൽ വായിച്ചു പോകാൻ പറ്റും അല്ലെ? താളത്തിൽ വായിച്ചു പോകാൻ പറ്റും. അതേപോലെ തന്നെ മൃഗങ്ങളൊക്കെ കഥാപാത്രങ്ങളായി വരുന്നതുകൊണ്ട് തന്നെ ഈ കഥ വായിക്കുമ്പോൾ ആ സംഭവങ്ങൾ നമുക്ക് നേരിൽ കാണുന്നത് പോലെ തോന്നും അല്ലെ? കഥയിൽ ആവർത്തിച്ച് വരുന്ന വരികൾക്ക് വരികൾ വരുന്നതുകൊണ്ട് തന്നെ കഥയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലെ? നിന്റെ ചക്കയെ നിന്നു ചിൽ 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 ചിൽ, താളിയെ ചേച്ചോ ചിൽ 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 ചിൽ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തേക്ക് പോവാണ്. ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്താനും എല്ലാവർക്കും ഇഷ്ടമാണ്. കവിതയിലും ചില ഒളിച്ചു വെക്കലുണ്ട്. അത് കണ്ടെത്തൽ ഒരു രസമാണ്. ആരെ കുറിച്ചാണ് ഈ കവിത എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോ തളിർ തുലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ, കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാലു ഭാഗവും, കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിലി, വെളുത്ത കണ്ണി വെച്ചെഴും അല്ലെ വിചിത്ര രൂപ എന്ന് ചോദിക്കുന്ന അല്ലെ? ഇതേപോലെടാ മക്കളെ, ഇതെന്താ സംഭവം അല്ലെ? ഇതേപോലെ കടങ്കഥകൾ നമ്മൾ ഒരുപാട് അല്ലെ? കടങ്കഥകൾ നമുക്ക് ഒരുപാട് അറിയാം അല്ലെ? ഇതില് തളിർക്കുക എന്ന് പറയുന്നത് എന്താ? പുതിയ ഇലകൾ ഉണ്ടാകുക. ശാഖകൾ എന്ന് പറഞ്ഞാൽ എന്താ? കൊമ്പാണ് അല്ലെ? തളിർക്കുക എന്ന് പറഞ്ഞാൽ പുതിയ ഇല ഉണ്ടാകുക. ശാഖ എന്ന് പറഞ്ഞാൽ എന്താ? കൊമ്പാണ്. അതേപോലെ തന്നെ ബിംബം എന്ന് പറഞ്ഞാൽ എന്താ? ബിംബം എന്ന് പറഞ്ഞാൽ നിഴൽ അല്ലെ? പ്രതിബിംബം എന്നൊക്കെ പറഞ്ഞാൽ ഉലഞ്ഞ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉലഞ്ഞ് എന്ന് പറഞ്ഞാൽ ആടുക അല്ലെ? ഇങ്ങനെയൊക്കെയാണ് അല്ലെ? പിന്നെന്താ ഉള്ളത്? രശ്മി എന്ന് പറഞ്ഞാൽ എന്താ? രശ്മി എന്ന് പറഞ്ഞാൽ ഒരു കിരണം അല്ലെ? വിചിത്രം എന്ന് പറഞ്ഞാൽ കൗതുകം ജനിപ്പിക്കുന്ന. തരുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? തരുക്കൾ എന്ന് പറഞ്ഞാൽ മരങ്ങളാണ്. തരുക്കൾ എന്ന് പറഞ്ഞാല് മരങ്ങളാണ് അല്ലെ? തരുക്കൾ എന്ന് പറഞ്ഞാൽ മരങ്ങളാണ് അല്ലെ? ഇതൊക്കെ നമുക്കറിയാം. അർക്കൻ, ഇതിലൊരു അർക്കൻ പറയുന്നുണ്ട്. അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ് കേട്ടോ. അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ? കവിതക്ക് എന്തു പേരിടും എന്ന് ചോദിക്കുന്നുണ്ട്. കവിതക്ക് നമുക്ക് എട്ടുകാലി എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കവിതക്ക് നമുക്ക് പേരിടാം അല്ലെ? റെഡി? അപ്പോ കവിതയിൽ കിട്ടിയ എന്തെല്ലാം സൂചനകളാണ് പേര് കണ്ടെത്താൻ സഹായിച്ചത്? നീണ്ട നൂല് രശ്മിയെ പോലെ നാലു ഭാഗവും, വിചിത്രമായ രൂപം. ഇതൊക്കെ എന്ത് ചെയ്യും അല്ലെ? ഇതൊക്കെ എന്ത് ചെയ്യും നമുക്ക് നോക്കാം അല്ലെ? എട്ടുകാലിയാണ്. ഇതേപോലെടാ കടങ്കഥകൾ. അതായത് ഇപ്പോ നമ്മളോട് പരീക്ഷയിൽ ചോദിക്കുന്നതാട്ടോ നമ്മൾ പറയുന്നത്. പാഠം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പരീക്ഷയിൽ നമ്മളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു സംഭവത്തിനെ പറ്റിയിട്ട്, പപ്പായയെ പറ്റി ഒരു കടങ്കഥ എഴുതൂ.
അല്ലെങ്കിൽ പിന്നെ ഇതിനെപ്പറ്റി തെങ്ങിനെ പറ്റി ഒരു കടങ്കഥ എഴുതൂ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിയെ മീനിനെ പറ്റി ഒരു കടങ്കഥ എഴുതൂ, കുടയെ പറ്റി ഒരു കടങ്കഥ എഴുതൂ, ആകാശത്തിനെ പറ്റി 2 കടങ്കഥ എഴുതൂ, അല്ലെ? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. അതേപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സംഭവത്തിൽ, അല്ലെ? കവിതയ്ക്ക് എന്ത് പേരിടും, ഏത് കിട്ടിയ ഏതെല്ലാം സഹായിച്ചതൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലെ? ഇതൊക്കെ വായിച്ചു നോക്കൂ, അല്ലെ? അപ്പോ ഞാൻ കുറച്ച് കടങ്കഥകൾ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ കുറച്ച് കടങ്കഥ തല തൂങ്ങിക്കറങ്ങും മുറിക്കയ്യൻ. തല തൂങ്ങിക്കറങ്ങും മുറിക്കയ്യൻ, അത് ഫാനാണ് കേട്ടോ. അതേപോലെ തന്നെ വായില്ല നാക്കുണ്ട് നാവിന്മേൽ പല്ലുണ്ട്, ചിരവയാണ്. വായില്ല നാക്കുണ്ട് നാവിന്മേൽ പല്ലുണ്ട്, അതെന്താ? ചിരവയാണ്. കാടുവെട്ടി തോടുവെട്ടി പാറ വെട്ടി വെള്ളം കണ്ടു. കാടുവെട്ടി തോടുവെട്ടി പാറ വെട്ടി വെള്ളം കണ്ടു, അതെന്താ? നാളികേരമാണ്, അല്ലെ? നാളികേരമാണ്. അതേപോലെ തന്നെ മക്കളെ കൊല്ലുന്ന അമ്മ, തീപ്പെട്ടിയാണ്. മക്കളെ കൊല്ലുന്ന അമ്മ എന്ന് പറയുന്നത് എന്താ? തീപ്പെട്ടിയാണ്, അല്ലെ? മക്കളെ കൊല്ലുന്ന അമ്മ എന്ന് പറഞ്ഞിട്ട് ആദ്യം നോക്കുക, കടങ്കഥയാണോ? റെഡി. അതേപോലെയുള്ള മക്കളെ, അതേപോലെയുള്ള ഒരുപാട് 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 കടങ്കഥകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നോക്കിയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം, അല്ലെ? ഓക്കെ, റെഡി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. മാനത്തെ കാഴ്ചകൾ. നീലക്കായലിൽ ഇളകും. റെഡി അല്ലേ? ഓറടിക്കുന്നുണ്ടോ? ഇങ്ങനെയല്ലേ പറയും? ഓക്കെ, റെഡി. നീലക്കായൽ ഇളകും തിരയിൽ നീരില്ല നിലയില്ല നീരു ചേരാ കായലേതേ. കമന്റ് ഒന്നും വരുന്നില്ല, അല്ലെ? കമന്റ് ഒന്നും ഇടുന്നില്ല. കമന്റ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇടടാ, എന്തെങ്കിലുമൊക്കെ ഇട്ട് കമന്റ്. ഒരു ലവ് എങ്കിലും ഇടടാ. ഞാൻ ഇങ്ങനെ കുത്തിരുന്നുണ്ടോ അങ്ങനെ പറയല്ലേ, ഒരു ലവ് എങ്കിലും ഇട്. നിങ്ങൾ കേട്ട കഥ, നിങ്ങൾ കേട്ടതായിരിക്കും ഇത്, എന്നാലും ഇല്ലേ അങ്ങനെ ഇത് ഒന്ന് ഇട്. ഒരു ലവ് ഉണ്ടായിക്കോട്ടെ. ഇടടാ ലവ്, ഇടേ. ആ റെഡി. പ്രഭാവർമ്മയുടെ, അല്ലെ? പ്രഭാവർമ്മയുടെ ചെറിയൊരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെ? റെഡി. കമന്റ് ഇട്ടാലേ ഞാൻ എന്തെങ്കിലും പറയൂ കേട്ടോ. കമന്റ് ഇട്ടാലേ എന്തെങ്കിലും പറയും. ഒന്നും ഇടൂല, എന്തെങ്കിലും ഇടടാ. എന്റെ നെറ്റ് പോയോ? ഓ മൈ ഗോഡ്, ആരും കാണുന്നില്ലേ ഇത്? എന്റെ നെറ്റ് പോയി ഗായ്സ്. യെസ്, കമന്റ് വന്നു. യെസ്. അപ്പോ ഇത് പറയുന്നത് ഈ കവിതയിൽ കൂടെ എന്താണ് പറയുന്നത്? ഈ കവിതയിൽ എന്താണ് പറയുന്നത്? അനന്തമായി കിടക്കുന്ന നമ്മുടെ ആകാശത്തിനെ പറ്റിയാണ് പറയുന്നത്, അല്ലെ? ആ പരന്ന് കിടക്കുന്ന ആകാശത്തിനെ പറ്റിയാണ് ഈ കവിതയിൽ പറയുന്നത്, അല്ലെ? പരന്ന് കിടക്കുന്ന ആകാശത്തെ കവി ഏതിനോടാണ് കവി അതിനെ യോജിപ്പിച്ച് പറയുന്നത്? ഏതിനോടാണ്? ഒരു കായലിനോട്, അല്ലെ? കായലിനോട് എന്ത് ചെയ്യാണ്? സാദൃശ്യപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അതിനോട് സാമ്യപ്പെടുത്തി എന്ത് ചെയ്യാണ് കവി ഈ കവിതയിൽ കൂടെ പറയാണ്? ആകാശത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, അല്ലെ? ആകാശത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്ക് ഇതാ മാനത്തെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വെക്കാം, അല്ലെ? ആ നീലക്കായലിൽ ഒഴുകുന്ന തിരകളാണ് മേഘങ്ങൾ. അവിടെ വെള്ളമില്ല, അടിത്തട്ടില്ല. ആ നീലക്കായലിൽ ഇളകും, അല്ലെ? വഞ്ചി പോലെ ചന്ദ്രക്കല കാണുന്നു. ആരും സഞ്ചരിക്കാത്ത ആളില്ല വഞ്ചിയായി മനോഹരമായ ചന്ദ്രബിംബം ശോഭിക്കുന്നു. നീലാകാശത്തിന്റെ നീലിമയിൽ തെന്നി നീങ്ങുന്ന ചന്ദ്രക്കലയെ ആളില്ലാ തോണിയായി കവി വർണ്ണിച്ചിരിക്കുന്ന കൽപ്പന അതിമനോഹരമാണ് എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെ? ഓക്കെ, റെഡി. ഗുഡ് ക്ലാസ് സാർ. എന്റെ മോനെ മഷ്കൂറെ, മോനെ മുറ്റ, ഗുഡ് ക്ലാസ്. താങ്ക് യു, ലവ് യു. ഓക്കെ, താങ്ക് യു. ഒരാളെങ്കിലും പറഞ്ഞത് ഗുഡ് ക്ലാസ് എന്ന്. എനിക്കത് പറയണ്ട. ആവേശം കൂടി. റെഡി. ഗോഡ് ബ്ലസ് യു. താങ്ക് യു എടാ സർ. സോങ് പ്ലേസ്. ഏത് പാട്ടാ പാടുന്നത്? എന്റെ പുതിയൊരു പാട്ട്, അല്ലേ? പുതിയൊരു പാട്ട്. നമ്മളിപ്പോ പറഞ്ഞ മറ്റേ പാട്ടുണ്ടല്ലേ, ഏത്? എനിക്ക് പഴയ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പണ്ട് പഠിച്ചൊരു പാട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് പാടാൻ. അതായത് ആ പാട്ടാണ് ഞാൻ മെയിനായിട്ട് ഞാൻ പാടുന്ന പാട്ട്. അതായത് ആര് പറഞ്ഞു മ്യാവു ഞാനാ നിങ്ങളുടെ, ഇനി കൂടെ പാടുവോ? എന്നാ പാട്. ആര് പറഞ്ഞു മ്യാവു ഞാനാ നിങ്ങളുടെ കാറ്റു, എന്നോടൊപ്പം കൂടാൻ ആർക്കാണ് ഇഷ്ടം. ബാക്കി ഉണ്ടാവും. ബാക്കി മറ്റേ പാട്ടില്ല, വല്ലാത്ത ജാതി ഉണ്ടാവും. എന്റെ മോനെ ഷാറന്നെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ്. മണത്ത് തീയും പുകയും ചൂടുമില്ലാതെ തീ കടലുണ്ട് അത്രേ നക്ഷത്രം കിട്ടുന്ന മറ്റൊരു കടങ്കഥ പറയാമോ?
കടങ്കഥ 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 വസ്തുക്കൾ ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമായി കടങ്കഥ നിർമ്മിക്കോ കൂട്ടുകാരുമായി പങ്കിടോ അവിടെ ഉത്തരം കൂട്ടുകാർക്ക് കണ്ടെത്താനോ കടങ്കഥ. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇവിടെയുള്ള ഈ ഒരു സംഭവം കാറിനെ പറ്റി ഒരു കടങ്കഥ എഴുതാൻ പറഞ്ഞാൽ എഴുതാം അല്ലെ. ഇവിടെ പറക്കുന്ന പറവയെ പറ്റി ഒരു കടങ്കഥ, അതേപോലെ തന്നെ ഇവിടെ ഒരു കൗനെ പറയുന്നുണ്ട്, പശുവിനെ പറയുന്നുണ്ട് അല്ലെ. പശുവിനെ പറ്റിയിട്ട് ഒരു കടങ്കഥ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം അല്ലെ. അതേപോലെ കടങ്കഥകൾ, ഈ ഒരു സംഭവം കടങ്കഥയാണ്. മെയിനായിട്ട് നമ്മളോട് ചോദിക്കുന്നത് കടങ്കഥ. എന്തൊരു സാധനത്തിനെ പറ്റി നമ്മളോട് പറഞ്ഞാലും കടങ്കഥ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. അതാണ് ഈ ഒരു സംഭവത്തിൽ കൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തേക്ക് പോവാണ്. യെസ്, താളവും മേളവും കാനനോത്സവം അല്ലെ. കാനനോത്സവം എന്ന് പറയുന്ന ഈ ഒരു പാഠം വായിക്കല്ലേ. ഏതായാലും താളവും ഈണവും നിറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം. കഥയിലും കടങ്കഥയിലും നിറഞ്ഞു നിൽക്കുന്ന താളവും ഈണവും നമ്മൾ കണ്ടല്ലോ. കഥയ്ക്കും കടങ്കഥയ്ക്കും മാത്രമാണോ ഭംഗിയുള്ളത്? ഒരു ഉത്സവ വിവരണം വായിക്കും. കാനനോത്സവം അല്ലെ. കാനനോത്സവം ഈ ഒരു സംഭവം വായിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അതായത് വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ, കളികൾ ഇതൊക്കെ ഉണ്ട് അല്ലെ. വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ, കളികളൊക്കെ ഉണ്ട്. അപ്പോ ഈ കാനനോത്സവം എന്ന് പറയുമ്പോൾ തന്നെ, കാനനോത്സവം എന്ന് പറയുമ്പോൾ കാട്ടിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് അല്ലെ. കാട്ടിൽ നടക്കുന്ന ഉത്സവമാണ്. അപ്പോ നമ്മളോട് എന്തെങ്കിലും ഒരു കളികളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ വേണ്ടി പറ്റണം. ഏതാണ് കളി? അതായത് പറയാം. കൊയ്ത്തു കഴിഞ്ഞ വയൽ അല്ലെ. അവിടമാകെ നക്ഷത്ര തരി പോലെ നെന്മണികൾ പൊഴിഞ്ഞു കിടക്കുന്നുണ്ടാകും. അത് കൊത്തിപ്പെറുക്കി വയറു നിറച്ചു തിരികെ പോരുന്നതിന് മുമ്പ് നാട്ടിലൊക്കെ ഒന്ന് ചുറ്റിത്തിരിയണം. അത് കുഞ്ഞരിപ്രാവിന്റെ പതിവാണ്. അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് അവൾ കാഡനിക് LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെന്റ് കേട്ടത്. അവൾ അവിടേക്ക് പറന്നെത്തി. ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള മുത്തശ്ശിപ്ലാവിന്റെ കൊമ്പിൽ ചെന്നിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവനും കാണാം. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെന്റ്. കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട്, പൂത്ത താഴ്വര പോലെ അവിടെയാണ് കലോത്സവം. സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത്. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ഒന്നാകെ കൈയടിക്കുന്നു. സന്തോഷ സൂചകമായി ആർപ്പു വിളിക്കുന്നു. പാട്ടിനു ശേഷം മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, അങ്ങനെ പലതരം പരിപാടികൾ ഇറങ്ങിയേറി കുട്ടികളാകെ ഉല്ലാസത്തിലാണ് അല്ലെ. അതായത് സന്തോഷ സൂചകമായി ആർപ്പു. പാട്ടിനു ശേഷം ഇവിടെ നോക്കൂ, ഏതൊക്കെയാ? മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, കണ്ടോ? ഒരുപാട് പരിപാടികൾ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. യെസ്, അത് കഴിഞ്ഞടാ മക്കളെ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ കുഞ്ഞരിപ്രാവ് ആ പരിപാടികളെല്ലാം കണ്ടു രസിച്ചു. കാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സായാഹ്ന സഭയുടെ സമയമായിരുന്നു. കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക അല്ലെ. റെഡി. കാട്ടുരാജാവായ സൂചിക്കൊമ്പന്റെ കൽപ്പന അനുസരിച്ച് സകലരും കൃത്യസമയത്തെത്തും. കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജന്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിന്റെ സമയമാണ്. അപ്പോൾ കുഞ്ഞരിപ്രാവ് പതിയെ പറഞ്ഞു അല്ലെ. അപ്പൊ കുഞ്ഞരിപ്രാവ് നാട്ടിൽ പോയതാണ്. നാട്ടിൽ പോയ സമയത്ത് അവിടുന്ന് അവര് നാട്ടിലെ കുട്ടികൾ അല്ലെ ഒരുപാട് പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടു വന്നിട്ട് ഇവിടെ എന്താണ് നമ്മുടെ കാട്ടിൽ അവരോട് സഭ കൂടാറുണ്ട്. ഒരു സായാഹ്ന സഭ വൈകുന്നേരങ്ങളിലാണ് അവർ കൂടുന്നത്. കസേരന്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ പപ്പയുടെ കയ്യിൽ നിന്ന് അടി കിട്ടും. അവിടെ മര്യാദയ്ക്ക് ഇരുന്നോ. അത് ഇവിടെ ക്ലാസ് പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ അവനോട് പറഞ്ഞതാ. ചെങ്ങായി കസേരന്റെ മുകളിൽ ഇങ്ങനെ കയറി കളിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനിവിടെ ലൈവ് എടുക്കല, അപ്പൊ അറിയാം ഞാൻ ശ്രദ്ധിക്കൂല എന്നുള്ളത്. എന്താ എന്നെ ചെയ്യണ്ടേ? പെൻസിലോട് ഒരു കുത്ത് തന്നാലോ എന്നാ ഇവനെന്താ ചെയ്യാൻ നമ്മള്? ഇത് പൊട്ടി പോയിക്കോട്ടെ. അപ്പോഴാ മക്കളെ നമ്മൾ പറഞ്ഞു വന്ന സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഈ ഒരു കുരുവി എന്തൊക്കെ കാര്യം പറയാം നോക്കാം. എന്താ കുരുവി പറയുന്നത് എന്നിട്ടല്ലേ ഇപ്പൊ നമ്മളൊന്നും പറഞ്ഞില്ല. റെഡി. അപ്പൊ നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ. അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണെ? രാജാവ് നെറ്റി ചൊളിച്ചു. ശരിയാ, അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ. മുയലച്ചൻ തൊഴുകൈയോടെ പറഞ്ഞു അല്ലേ. അതൊക്കെ വലിയ പണിയാ, അതൊന്നും നടത്താനാവൂല. ആരാ പറഞ്ഞ്? മുയലച്ചൻ ഇങ്ങനെ അതൊന്നും നടത്താനാവൂല മഹാരാജൻ, അതൊക്കെ വലിയ പണിയാണ് എന്നൊക്കെ പറഞ്ഞു മൂപ്പര്. ഓക്കെ, സാറിന്റെ മോനെ കാണിക്കൂന്നല്ലേ. അത് വേണോ നിന്നെ കാണിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. വിളിച്ചപാട് വരുന്നുണ്ട് മൂപ്പര്. സോക്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. ഒന്നിക്കട്ടെ. ഹായ് പറയും. ഞാൻ പോട്ടെ.
ഇബ്രാഹിമേ, ഉറങ്ങിക്കോ. ഇനി 3ാം ക്ലാസ്സിലെ കുട്ടിക്കുള്ള നിനക്കുള്ള സംസാരിക്കാം. സൗണ്ട് കുറക്ക്. ഓക്കെ, ഫുഡ് കഴിക്കാം. സൗണ്ട് കുറക്ക്. റെഡി. അപ്പോ നമ്മുടെ കാട്ടിലും കലോത്സവം നടത്താൻ മഹാരാജൻ പറഞ്ഞു. അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണൊക്കെ പറഞ്ഞു. വേണ്ട, അതൊന്നും വേണ്ട. ഇവൾ ഓരോന്ന് ഇങ്ങനെ കൊണ്ടുവരും. മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ കരടിക്കുട്ടൻ തറപ്പിച്ചു പറഞ്ഞു. ആ കരടിക്കുട്ടന് ഈ ഒരു തേനൊക്കെ എടുക്കുന്ന ആ സമയത്ത് ഇനി കലാപരിപാടി ഒപ്പനയും ഡാൻസും കളിച്ച് നടക്കാനാവും. കരടിക്കുട്ടന് തേനൊക്കെ എടുക്കാൻ പോണ്ടിയാ. ആ സമയത്ത് ഇനി ഒപ്പനയും ഒന്നാവൂല. അപ്പോ സൈലൻസ്. അല്ല കുഞ്ഞാലിപ്രാവേ, എന്താണ് ഈ കലോത്സവം? നീ ഒന്ന് പറ, മഹാരാജാവ് കൽപ്പിച്ചു. താൻ കണ്ട കലോത്സവത്തെ പറ്റി കുഞ്ഞാലിപ്രാവ് വിശദമായി പറഞ്ഞു. നമ്മുടെ കാട്ടിലെല്ലാവരും കലാവാസനയുള്ളവരാണ്. അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ, മന്ത്രി മയിലമ്മ വ്യക്തമാക്കി. മയിലമ്മ മന്ത്രി എന്താ പറഞ്ഞത്? ഇപ്പൊ കലോത്സവം നടത്താണെന്ന് ഇവർക്കൊരു ഇതുണ്ട് അല്ലെ. നോക്കാം നമുക്ക്. പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ്. കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി. അപ്പോ മയിലമ്മ പറഞ്ഞു, അതിനുശേഷം കുയിലമ്മയും പറഞ്ഞു. ഇനി വേറെ ഏതോ അമ്മയുണ്ടോ നോക്കാം നമ്മള്. കാട്ടുകായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ്. സുന്ദരിക്കാക്ക പറഞ്ഞു. കാട്ടുകായികോത്സവത്തിൽ ഇവരൊക്കെ എന്തൊക്കെയൊക്കെ നടത്തുക? മരം കയറൽ നടത്തൂ, ഓട്ട മത്സരം നടത്തൂ, പിന്നെ ബിസ്ക്കറ്റ് തീറ്റിയില്ലേ നമ്മൾ നടത്തുന്ന, അതിന് പകരം ഓരോന്തേക്കും നടത്തുക. വണ്ടിനെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് വണ്ടിനെ തിന്നലായിരിക്കും. നമ്മള് ബിസ്ക്കറ്റ് പൊട്ടിക്ക് ഇങ്ങനെ കൈ വേക്കി കെട്ടിയിട്ട് ഇങ്ങനെ കടിക്കൂലേ ബിസ്ക്കറ്റൊക്കെ, അങ്ങനത്തെ കളിയൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെന്തായിരിക്കും, ഇവര് വണ്ടിനെ കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ വണ്ടി പറന്നു പോലെ വണ്ടിനോട് ഇപ്പൊ മിണ്ടാണ്ടിരിക്കാൻ പറയണ്ടോ? അങ്ങനെ ആയിരിക്കും, ഒന്നിനും കത്തുന്നതായിരിക്കും. അങ്ങനെ എന്തോ കളിയായിരിക്കും. നോക്കാം നമുക്ക്. റെഡി. അത് കഴിഞ്ഞ് കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? ആരാധ്യ. ഹായ് ആരാധ്യ, ഹൗ ആർ യു ആരാധ്യ? ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഫുഡ് കഴിച്ചടാ നിങ്ങളൊക്കെ? ഞാൻ ഫുഡ് കഴിച്ചില്ല, ഇവരൊന്നും കഴിച്ചില്ല. അതാവാൻ പറഞ്ഞ ഫുഡ് കഴിക്കണ്ടേ ചോദിക്കുന്നതാ. റെഡി. അപ്പോ കാട്ടിൽ എന്തൊക്കെ പരിപാടിയാണ് എന്നുള്ളതാണ് മക്കളെ. പാട്ട്, നൃത്തം, കൂവൽ, കുറുകൽ, ഓരിയിടൽ, ഫാഷൻ ഷോ, ഡിസ്കോ, മിമിക്രി. നിർദ്ദേശങ്ങളുടെ നീണ്ട തന്നെ ഉണ്ടായി അല്ലെ. എന്തൊക്കെയാ? ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അല്ലെ. ഈ പരിപാടികൾ എന്നാണ് കാനനോത്സവം നടത്തേണ്ടത്. രാജാവും ഉത്സാഹത്തിലായി. എന്തിനാ വൈകിക്കുന്നത്? മഹാരാജൻ. വരുന്ന സംഗീത ദിനത്തിലാവട്ടെ കരുത്തൻ പരുന്ത് നിർദ്ദേശിച്ചു. വരുന്നൊരു സംഗീത ദിനം വരുന്നുണ്ട്, അന്നാവട്ടെ കരുത്തൻ പരുന്ത് എന്ത് ചെയ്തു? നിർദ്ദേശിച്ചു. അപ്പോ കുഞ്ഞിക്കുരുമി കലാമേളയുടെ അധ്യക്ഷത വഹിക്കും. ചിന്നക്കുയിൽ കൺവീനറും. മന്ത്രി മയിലമ്മ ചുമതലകൾ പ്രഖ്യാപിച്ചു. ആർക്കും മത്സരിക്കാൻ പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ നാളത്തെ സായന സഭയിൽ പേര് തരണം. കുഞ്ഞിക്കുരുമി ഗൗരവത്തിൽ പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ കാനനോത്സവ ദിനമായി അല്ലെ. നോക്കാം അല്ലെ. കാടിന്റെ നാനാഭാഗത്തു നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി. കറുകപ്പുൽ മൈതാനം കാണികളെ കൊണ്ട് നിറഞ്ഞു. സ്റ്റേജിൽ ആദ്യം നടക്കുന്ന ഫാഷൻ ഷോയ്ക്ക് പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി. തുടർന്ന് കുയിലിന്റെ നേതൃത്വത്തിൽ പാട്ടു മത്സരമാണെന്ന് അറിയിപ്പുണ്ടായി അല്ലെ. പാട്ടുമത്സരം അല്ലെ. എന്ത് മത്സരമാണ്? പാട്ടുമത്സരം. ഇവിടെ പോയി പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി. ഫാഷൻ ഷോക്ക് പുള്ളിപ്പുലിയായി. അതേപോലെ തന്നെ എന്തായി? പാട്ടു മത്സരമായി. പിന്നെയോ നൃത്യങ്ങളില്ലേ പങ്കെടുക്കുന്നവർക്ക് കരുത്തൻ പരുന്തിന്റെ അടുത്ത് ചെന്ന് ഉടനെ നറുക്കെടുക്കണമെന്ന് മൂന്നാമത് അനൗൺസ്മെന്റ് വന്നു. മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കയ്യടി ചാർപ്പ് വിളിച്ചു. രാജാവെന്ന നിലവിട്ട് ഓരോ മത്സരത്തിനും സൂചിക്കൊമ്പൻ ഒരു കൈ നോക്കി. ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും മാത്രമേ ജയിക്കാനായുള്ളൂ അല്ലെ. രാജാവ് എന്ന നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചിക്കൊമ്പൻ ഒരു കൈ നോക്കി. എന്താണ്? ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും മാത്രമേ അദ്ദേഹത്തിന് ജയിക്കാനായിട്ടുള്ളൂ അല്ലെ. കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചിക്കൊമ്പൻ കുഞ്ഞരിപ്രാവിന്റെ തളിരിലമാല അണിയിച്ചുകൊണ്ട് ആദരിച്ചു. എല്ലാ കൊല്ലവും കാനനോത്സവം നടത്തണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ചാണ് കൂട്ടിലേക്ക് പോയത് അല്ലെ. അങ്ങനെ കാനനോത്സവം കഴിഞ്ഞു അല്ലെ. ഇതിൽ ഈ ഒരു സംഭവം എന്തൊക്കെയോ കഥകൾ അങ്ങനെ സ്പീഡിൽ വായിച്ചു പോയത്. നിങ്ങൾ വായിച്ച കഥയാണ്. അപ്പൊ ഓൾറെഡി നിങ്ങൾ ഇതിങ്ങനെ വായിച്ച് ഇങ്ങനെ ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതില് പ്രധാനമായിട്ട് മക്കളെ ഞാൻ പറഞ്ഞതാ, ഇതില് ഏതെല്ലാം കലാപരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? കലാപരിപാടികൾ ഏതൊക്കെ തരത്തിലുള്ള കലാപരിപാടികളാണ് അല്ലെ? മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന അല്ലെ, തിരുവാതിര, ഫാഷൻ ഷോ അല്ലെ, ഡിസ്കോ, ഇതൊക്കെ ഓരോരോ തരത്തിലുള്ള കലാപരിപാടികളാണ് അല്ലെ. അതേപോലെ തന്നെ കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും പുതിയ ഇനങ്ങൾ നിർദ്ദേശിക്കാമോ? നിർദ്ദേശിക്കാം. മരം കയറ്റം. നിങ്ങൾക്ക് മരം കയറ്റത് പറ്റുമോ?
മരങ്ങേറ്റം നമുക്ക് പറ്റുമോ? നമുക്ക് അങ്ങനെ മരങ്ങേറ്റമൊന്നും പറ്റുന്നില്ല. ഇല്ലല്ലോ, അത് കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രമാണ്. പിന്നെ എന്താ, കരടിക്ക് മാത്രം കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. എന്താണെന്നറിയോ? കരടിക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന തേനെടുക്കാൻ പോവാ തേനീച്ച കൂട്ടുന്ന കരടിന്റെ രോമം കണ്ടില്ല നിങ്ങൾ? എജ്ജാതി രോമം. അങ്ങനെ കരടി ഇങ്ങനെ നിൽക്കല്ലേ ചെയ്യുക. നമ്മളെങ്ങാന് തേനീച്ചക്കൂട്ടിലെങ്ങാൻ പോയിട്ട് തേനെടുക്കാൻ പോയി നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ഫുള്ളായിട്ട് കൂടെ തേനീച്ച പൊതിഞ്ഞിട്ട് കടിച്ച് പറിച്ച് നമ്മളെല്ലാം കൂടി ഇങ്ങനെ ആനന്റെ മാതിരി വീങ്ങി പോകും. അങ്ങനൊക്കെ ഉണ്ടാവും. കഴിച്ചിട്ടില്ല ഞങ്ങളൊന്നും? നമുക്ക് ഒരുമിച്ച് കേൾക്കടാ. അലൂഫേ ഹായ്. അലൂഫ്. ഫാദി റയ്യാൻ ഹായ്. ഫാദി റയ്യാൻ. ആദികൃഷ്ണ ഹലോ. കുറെ ആൾക്കാരൊക്കെ പോയടാ, ഉറങ്ങാൻ പോയി തോന്നുന്നു. വേഗം നിർത്താം. റെഡി. അപ്പൊ കാട്ടുകലോത്സവത്തിലെ പാഠഭാഗത്തിലെ മത്സര ഇനങ്ങളുടെ പേരുണ്ട്. മറ്റു ചില മത്സര ഇനങ്ങൾ നാം കണ്ടെത്തി ഇവയെല്ലാം അക്ഷരമാലാ ക്രമത്തിൽ എഴുതി വെക്കൂ. കണ്ട മത്സരങ്ങള് ഏതൊക്കെ മത്സരങ്ങള്, എന്തൊക്കെ മത്സരങ്ങൾ എന്നൊക്കെയാണ്. അതൊക്കെ എന്ത് ചെയ്യാ നമ്മളൊന്ന് നോക്കുക അല്ലെ. അപ്പോ അലറലുണ്ട്, ഇഴയല്, ഓട്ടം, കൂവൽ, ചിന്നംവിളി, ദ്വാരമിടൽ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെ. മത്സരങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ മത്സരത്തിൽ ആർക്കൊക്കെ പങ്കെടുക്കാം എന്ന് നമുക്കാക്കാം അല്ലെ. ഇഴയൽ മത്സരമാണെങ്കിൽ അതിന് പാമ്പും ഒച്ചും മണ്ണിരക്കും ഒക്കെ പങ്കെടുക്കാം. അലറൽ മത്സരമാണെങ്കിൽ ആനയ്ക്കും സിംഹക്കും കടുവയ്ക്കും ഒക്കെ പങ്കെടുക്കാം. പാട്ടാണെങ്കിൽ കുയിലും തത്തയ്ക്കും ഒക്കെ പങ്കെടുക്കാം. അതേപോലെ തന്നെ കൂവലാണെങ്കിൽ കുറുക്കനും ചെന്നായക്കും നായക്കും ഒക്കെ പങ്കെടുക്കാം. മൂളിപ്പാട്ടാണെങ്കിൽ വണ്ടിനും കൊതുകിനും തേനീച്ചക്കും ഒക്കെ പങ്കെടുക്കാം. നീന്തലാണെങ്കിൽ ആമ, ചീങ്കണ്ണി, തവളക്കൊക്കെ പങ്കെടുക്കാം അല്ലെ. ഇതേപോലെയുള്ള സംഭവങ്ങൾ. ഇനി മക്കളെ, ഈ ഒരു സംഭവം, ഈ ഒരു കലോത്സവത്തെ പറ്റിയാണല്ലോ നാം ഇതുവരെ പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലും പലതരം കലാരൂപങ്ങൾ ഉണ്ടല്ലോ. എന്തെല്ലാമാണവ? നിങ്ങൾ അവ കണ്ടിട്ടുണ്ടോ? ടീച്ചർക്ക് മുതിർന്നൊപ്പം അവ കാണാൻ ശ്രമിക്കൂ. സംസാരിക്കും. ഓക്കെ, ഈ കലാരൂപങ്ങൾ അല്ലെ, കലാരൂപങ്ങളാണ്. ഈ കലാരൂപങ്ങൾ എന്തൊക്കെയാണ്? ഇത് മക്കളെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇതേപോലെ ചിത്രങ്ങൾ തന്നിട്ട് ഈ ചിത്രം ഈ ഒരു കഥകളിയുടെ ചിത്രം തന്നിട്ട് എന്താണ് എന്ന് എഴുതാൻ വേണ്ടി പറയും. അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് കഥകളിയാണ്. ഇനി ഇത് തന്നിട്ട് നമ്മളോട് അത് എന്താണെന്ന് ചോദിക്കും. അതെന്താ? പടയണിയാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സംഭവം എന്ത് ചെയ്യാം? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം അല്ലെ. അപ്പൊ മിക്ക കലാരൂപങ്ങൾ പടയുടെ കെടുതി അല്ലെ. അപ്പൊ ഇവിടെയൊക്കെ പിന്നെ അടുത്തതായിട്ട് ഓട്ടൻതുള്ളലാണ്. ഓട്ടൻതുള്ളലുണ്ട്. അതേപോലെ തന്നെ ശീതങ്കൻ തുള്ളലുണ്ട്, പറയൻ തുള്ളലുണ്ട് അല്ലെ. അങ്ങനെ 3 തുള്ളലുകളെ പറ്റിയും 3 തുള്ളലുകളെ പറ്റിയിട്ടാണ് എന്ത് ഇവിടെ പറയുന്നത് അല്ലെ. ഓട്ടൻതുള്ളൽ, അതേപോലെ തന്നെ ശീതങ്കൻ തുള്ളൽ, പിന്നെയോ പറയൻ തുള്ളൽ അല്ലെ. പറയൻ തുള്ളൽ ഈ ഒരു സംഭവമാണ്. കുഞ്ചൻ നമ്പ്യാരതാണ്. കുഞ്ചൻ നമ്പ്യാരെ പറ്റിയൊക്കെ നമുക്കറിയാം അല്ലെ. തുള്ളൽ 3 വിധമാണ്. ഏതൊക്കെയാണ് തുള്ളൽ 3 വിധം എന്ന് പറയുന്നത്? പറയൻ തുള്ളലുണ്ട്, ശീതങ്കൻ തുള്ളലുണ്ട്, ഓട്ടൻ തുള്ളലുണ്ട് അല്ലെ. ഓട്ടൻ തുള്ളലുണ്ട്. യെസ്. ലൈക്ക് ഇടുന്നുണ്ട് അല്ലെ. നിങ്ങളൊക്കെ ഇങ്ങനെ ലൈക്ക് ഇട്ട് കളിക്കുന്നുണ്ട് അല്ലെ. എന്തായാലും എന്താ ഉഷാർ തന്നെ അല്ലെ. ലാസ്റ്റ് മുനീറ ജെക്കെ ലൈക്ക് ഇട്ടുണ്ട്. മുനീറ ജെക്കെ എന്താ ഡിലീറ്റ് ചെയ്തേ? ഡിലീറ്റ് ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഇട്ടോ, എന്ത് വേണമെങ്കിലും ഇട്ടോ. എടാ വേറെ ഒന്നും ഇടല്ലേ, നല്ല മാത്രം ഇട്ടാൽ വേറെ എന്തെങ്കിലും ഇട്ടിട്ട് ഞാൻ പുറത്തേക്കാളും. റെഡി. അപ്പോ തുള്ളലുകൾ നമ്മൾ പഠിച്ചു. വേറെ ഒന്നും കൂടുതലായിട്ട് പറയാനൊന്നുമില്ല, അത്രേ പറയാനുള്ളൂ. തുള്ളലുകൾ 3 വിധത്തിലുള്ള തുള്ളലുകൾ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതില് കഥകളിയും പടയണിയും അല്ലെ. ഈ 2 ചിത്രങ്ങളും അല്ലെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കലാരൂപങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാം അല്ലെ. കഥകളി ഉണ്ട്, മോഹിനിയാട്ടം ഉണ്ട് അല്ലെ, ഒപ്പനയുണ്ട്, ഓരോരോ കലാരൂപങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. അതൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കഥകളി എന്ന് പറയുമ്പോൾ കഥകളിയെ പറ്റി ചെറുതായിട്ടില്ലേ, പടയണിയെ അപേക്ഷിച്ച് ചെറിയ കിരീടമായിരിക്കും കഥകളിക്ക്. അതേപോലെ തന്നെ വേറെന്താ, മുഖത്തെഴുത്തുണ്ടാവും. പിന്നെയോ അഭിനയിക്കാൻ ഒരു കഥ ഉണ്ടാകും. തുണി കൊണ്ടുള്ള ഒരു ഉടുത്തുകെട്ട് ഉണ്ടാവും കഥകളിക്ക്. പിന്നെ ആഭരണങ്ങൾ ഉണ്ടാവും കഥകളിക്ക്. അതേപോലെ തന്നെ സ്റ്റേജിലാണ് അത് അവതരിപ്പിക്കുന്നത്. പിന്നെ ചെണ്ട, മദ്ദളം, ചേങ്ങില എന്നൊക്കെയാണ് പ്രധാന വാദ്യങ്ങൾ അല്ലെ കഥകളിക്ക്. ചെണ്ട, മദ്ദളം, ചേങ്ങില എന്നിവയൊക്കെയാണ് എന്ത് പ്രധാന വാദ്യങ്ങൾ. ഇനിയിപ്പോ പടയണിയാണെങ്കിൽ പടയണിയിൽ വലിയ കിരീടമായിരിക്കും കേട്ടോ. കിരീടം തലനേക്കാളോ വലിയ കിരീടമാണ്. ഈ സാധനത്തിലാണെങ്കിൽ ചെറിയ കിരീടമാണ് വരുന്നത്. കുരുത്തോലയും കവിങ്ങിൻ പാളയും മറ്റും ഉപയോഗിച്ച് വേഷ സംവിധാനം കണ്ടോ. കുരുത്തോലയും കവിങ്ങിന്റെ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ വേഷം ഉണ്ടാവുക. കഥകളിക്കാണെങ്കിൽ തുണിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാവുക. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. അതേപോലെ തന്നെ തോറ്റം പാട്ടിന്റെ താളത്തിൽ ചുവടുവയ്പ്പാണ്. അതേപോലെ തന്നെ പൊതുസ്ഥലത്താണ് അവതരിപ്പിക്കുന്നത്. ഇതൊരു സ്റ്റേജിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ പടയണി അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ഒരു പൊതുസ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്? പടയണി അവതരിപ്പിക്കുന്നത്. തപ്പ്, ചെണ്ട, കൈമണി എന്നിവ എന്താണ്? വാദ്യോപകരണങ്ങളാണ് കേട്ടോ. തപ്പ്, ചെണ്ട, കൈമണി. ചെണ്ട 2 വാദ്യോപകരണങ്ങളാണ്. പടയണിയിൽ തപ്പ്, ചെണ്ട, അതേപോലെ തന്നെ പിന്നെന്താടാ കൈമണി. ഓക്കെ, റെഡി.
അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞു അല്ലേ, ഇതങ്ങോട്ട് കഴിഞ്ഞു. വടയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. കുഞ്ചൻ നമ്പ്യാരെ പറ്റിയൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. ഇത് കഴിഞ്ഞില്ലേ, കഴിഞ്ഞ് അത്രേ ഉള്ളൂ. കഴിഞ്ഞടാ, കഴിഞ്ഞ് 9:53, 1 മണിക്കൂർ ആവുന്നതിന് മുമ്പ് ഒരു പാഠം നമ്മൾ എടുത്ത് തീർത്തിട്ടുണ്ട് അല്ലേ. പുതിയ പാട്ടില്ലേ, പൊന്നുസഖി എന്തിനാ പാട്ടൊക്കെ ഉണ്ടാവും. പുതിയ പാട്ടുകൾ ഉണ്ടാവും, പുതിയ ഡാൻസുകൾ ഉണ്ടാവും, പുതിയ ഐഡിയകളും പുതിയ കോപ്രായങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമാണ് ഇവിടെ കമന്റ് ഇടാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ നമ്മളുടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, 9596544588. അതിലേക്ക് മെസ്സേജ് അയച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെടാ മക്കളെ, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് ഞാൻ ഇവിടെ എഴുതി തരാം, കണ്ടോ, ഇവിടെ എഴുതി തരാം കേട്ടോ, കണ്ടോ, കാണില്ല, ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ കണ്ടോ, ഷമീൽ തറോൽ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ് കാണാം കേട്ടോ. അതിൽ എന്നെ ഫോളോ ചെയ്യുക, അതാണ് ചെയ്യാനുള്ളത്. അതിൽ എൻ്റെ കുറേ കോപ്രായങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക, കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെ പരമാവധി നമ്മളങ്ങനെ പൊതിച്ച് നിങ്ങൾ വാഴ. ഈ പരീക്ഷയിൽ, ഓണപ്പരീക്ഷയിൽ നമ്മുടെ ചാനലിൽ വരുന്ന ഇമ്പോർട്ടന്റ് പാർട്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. 100% ഷുവറാണ്. എല്ലാ വിഷയവും ഞാൻ റിവിഷൻ ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് പാർട്സ് ഉണ്ടാവും, ചോദ്യ പേപ്പറുകൾ, കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ അങ്ങോട്ട് ജയിപ്പിച്ചിട്ട് ഫുള്ള് മാർക്ക് കിട്ടും. ഉറപ്പുള്ള കാര്യം. നിങ്ങൾ എന്റെ കൂടെ നിൽക്ക്, ഞാൻ വാങ്ങിത്തരാം നിങ്ങൾക്ക് ഫുള്ള് മാർക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം നമ്മളുടെ ഈ ഒരു ക്ലാസ്സിന് വേണ്ടി സഹകരിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാർക്കും എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. അടുത്ത പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചക്കരമകൾക്കും ബൈ ബൈ ചാച്ച, ബൈ ബൈ ചാച്ച, ബൈ ബൈ ചാച്ച.